ഗൈസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇന്ത്യൻ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ പോകുന്നത് എൻ്റെ സ്വന്തം കൂട്ടുകാരും എൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ നാട്ടുകാരിയായിട്ടുള്ള നമ്മുടെ സ്വന്തം മിഷേൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരിയുമൊത്താണ്. പുള്ളിക്കാരിയുടെ വണ്ടിക്കാണ് നമ്മൾ പോയത്. അപ്പം ഇന്ത്യൻ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് പുള്ളിക്കാരിയും പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് പോകുന്ന വഴിയാണിത്. മിഷേലാണ് ഡ്രൈവ് ചെയ്യുന്നത്. റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 2 വണ്ടികൾ പോകുന്ന ടൈപ്പ് റോഡാണ്. പക്ഷേ റോഡിൻ്റെ 2 സൈഡും കാണാൻ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. 2 സൈഡിലും മൈതാനം പോലെ കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ, അവിടെ കുറേ ചെമ്മരിയാടുകൾ, പശുക്കളുണ്ട്. അങ്ങനെ കുറേ ഇവർ മേയ്ക്കാൻ വിട്ടേക്കുന്നത്. അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര എന്താ പറയുക, അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലത്തൂടെയാണ് പോയത്. പിന്നെ കുറേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മലനിരകളാണ്, ഫുള്ള് മലകൾ, ഡാം, അങ്ങനെ പല ഇതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ നാട്ടിൽ ചെന്ന, അതായത് എൻ്റെ നാട്ടിൽ കുറേ മലകൾ, കുന്നുകൾ അങ്ങനെയാണ്. അതേപോലെ എനിക്ക് തോന്നി ഇതുവഴി യാത്ര പോയപ്പം. അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ വർത്തമാനം പറഞ്ഞും ചിരിച്ചും അതിൻ്റെ കൂട്ടത്തിൽ അവർ രണ്ടും മാപ്പിട്ട് നോക്കിയിട്ട് അതിനകത്ത് വരുന്ന ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് മുന്നിലിരിക്കുന്ന 2 ആളും എന്താണ്ടോ വഴക്കൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കണം. കുറേ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് പോർട്ടഡൗൺ എന്നാണ്. അപ്പോൾ കുറേ ദൂരം ഉണ്ടായിരുന്നു. ചെറിയ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവർ 2 പേരും മാറി മാറി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വണ്ടി ഓടിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓടിക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് 2 പേർക്കും ലൈസൻസ് ഇല്ല. അപ്പോൾ ലൈസൻസൊക്കെ എടുത്തിട്ട് അവർക്ക് ഓടിക്കാം. ദൂരെ ആയതുകൊണ്ട്, ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഒത്തിരി ദൂരോട്ട് പോകുമ്പം അങ്ങനെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വേറൊരു ടൗണിലെത്തി. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. വണ്ടിക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജാക്കറ്റൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോയതായിരുന്നു. അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് പോയി. അവിടെ അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഇംഗ്ലീഷുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വൈകിട്ടില്ല ചെന്നത്. അങ്ങനെ നമ്മളവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. അപ്പം ഞാൻ അവിടെ വേറൊരു സാധനം കണ്ടു. എന്താണെന്നറിയാം, നമ്മുടെ ആനയുടെ നെറ്റിപ്പട്ട അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ കാണിക്കാനായിരിക്കും അവരങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണല്ലോ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫസ്റ്റ് തന്നെ അവർക്ക് ബിയർ വേണമെന്ന് പറഞ്ഞ് അവർ ബിയർ എടുത്തു 3 പേരും. ഞാനും അങ്കിതയും മാത്രം
ഒരു 2 കോഫിയാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ടായി. അവർ തരത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ കോഫി ഇല്ല, എൻഡിങ്ങിലേ ഉള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വെറുതെ ഇരുന്നു. അവർ ബിയറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാ ഫുഡ് വന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തി. അപ്പോൾ ആ ടൈമിൽ അവർ നമുക്ക് കോഫിയും കൊണ്ട് തന്നു കേട്ടോ. അത്രയും സമയം എടുത്തിട്ട് അന്നേരമാണ് അവർ കൊണ്ടുത്തരുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ചിക്കൻ ബിരിയാണി, ബീഫ് ഫ്രൈ അല്ല ഗ്രേവി ഉള്ളത്, പിന്നെ ഒരു വലിയ മീൻ പൊള്ളിച്ചത്, ബട്ടർ ചിക്കൻ കറി, ചിപ്സ്, പൊറോട്ട, പൊറോട്ട, ഇങ്ങനെ എല്ലാ ഫുഡും നമ്മൾ മേടിച്ചായിരുന്നു. പിന്നെന്തുവാ ബട്ടർ നാൻ, അടിപൊളി ഫുഡായിരുന്നു. എല്ലാ ഫുഡും മിഷേലും ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഫിഷ് മാത്രം അധികം കഴിച്ചിട്ടില്ല. അതുപോലെ ബീഫും ഒന്നും പുള്ളിക്കാരി അത്ര കഴിച്ചില്ല. ചിക്കൻ കഴിച്ചു. ബട്ടർ ചിക്കൻ ഇഷ്ടമായി. അതിന് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടമായി. പൊറോട്ട കഴിച്ചു. അതുപോലെ ബിരിയാണി റൈസ് കഴിച്ചു. എല്ലാം കഴിച്ചു. നല്ല ഫുഡായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ചാടി എണീറ്റ് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. അവരവിടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഷെഫ് ഒരു മലയാളി ചേട്ടനായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്തൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തു. പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേനും രാത്രിയായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വേഗം വണ്ടിയിൽ പോയി. ഇങ്ങോട്ട് തിരിച്ച് പോരാൻ നേരത്തും മിഷേൽ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. ഞങ്ങൾ അവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ പോയി അങ്കിത അവൾക്ക് വേണ്ട കുറേ സാധനങ്ങൾ, അരി അങ്ങനെയുള്ള സാധനമൊക്കെ വേണമായിരുന്നു, അതെല്ലാം മേടിച്ചു. അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുവാണ്. അങ്ങനെ കുറേ കാലം കൂടി നമ്മുടെ കേരള ഫുഡ് കഴിച്ചിട്ട് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ് എല്ലാവരുടെയും. മിഷേലിന് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ നമ്മളെല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.